നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മനസാക്ഷി ഇതുവരെയും വറ്റിയിട്ടില്ലാത്ത പലരുടെയും ജീവിതകഥകൾ പ്രവാസലോകം ഇതിനോടകം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അത്തരത്തിലൊരു വ്യക്തിയെയാണ് പ്രവാസലോകം പരിചയപ്പെടാൻ പോകുന്നത്. ഒരു സൗദി പൗരന്റെ നന്മ മനസ്സിനെയാണ് അറിയാൻ പോകുന്നത്. അമ്മ നഷ്ടപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിനെ സ്വന്തം മകളായി ഏറ്റെടുത്തിരിക്കുകയാണ് സൗദി പൗരൻ. കേൾക്കുമ്പോൾ മനസ്സിന് കുളിർമയുണ്ടാകുന്ന ഒരു സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. ഒരു വർഷം മുന്നേ നടന്ന ആ സംഭവങ്ങൾ ഇങ്ങനെയാണ്. പ്രായം ഒരാഴ്ച മാത്രമുള്ളപ്പോൾ റഹ്മ എന്ന പെൺകിടാവിന് അമ്മ നഷ്ടമായി. ആദ്യ പ്രസവത്തിലാണ് ഈ വിധി ആ അമ്മയെ തേടിയെത്തിയത്. ഭാര്യയെ നഷ്ടപ്പെട്ട വേദന നീറുന്നതിനോടൊപ്പം കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്നറിയാതെ ഹസൻ ആബിദീൻ എന്ന ബംഗ്ലാദേശ് സ്വദേശി നെഞ്ചുരുകി. അപ്പോഴാണ് അനാഥയായ പെൺകുട്ടിക്കും പിതാവിനും അരികിലേക്ക് സ്പോൺസർ എന്ന രൂപേണ സൗദി പൗരൻ അവതരിക്കുന്നത്. സൗദി അറേബ്യയിലെ അൽ ജൗഫിൽ ആയിദ് അൽ ഷമ്മാരി എന്നയാളുടെ വീട്ടിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഹസൻ ആബിദീൻ. ഹസൻ വിവാഹം കഴിച്ചത് 3 വർഷം മുമ്പായിരുന്നു. വിവാഹശേഷം ഭാര്യയെയും ആയിദ് അൽ ഷമ്മാരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. രണ്ടുപേരും ആ വീട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഹസന്റെ ഭാര്യ ഗർഭിണിയായി. പക്ഷേ റഹ്മയെ പ്രസവിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ ഹസന്റെ ഭാര്യ മരിച്ചു. പ്രസവ സമയത്ത് നിരവധി സങ്കീർണതകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചത്. ഭാര്യയുടെ മൃതദേഹം അൽ ജൗഫിൽ ഖബറടക്കി. ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു സ്പോൺസർ ആയിദ് അൽ ഷമ്മാരി കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറായത്. സ്പോൺസറുടെ ഭാര്യ ഉമ്മു സൈഫും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. 2 കുഞ്ഞുങ്ങളെയും സ്പോൺസറുടെ ഭാര്യ തന്നെ മുലയൂട്ടുന്ന അപൂർവ കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. കഴിഞ്ഞ 1.5 വർഷമായി റഹ്മയെ സ്വന്തം മകളായി അവർ വളർത്തുകയാണ്. മനസാക്ഷിയെ കുളിർമ കൊള്ളിക്കുന്ന സംഭവം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.